ഇരുവശത്തുമായിട്ട് പച്ചപ്പ് നിറഞ്ഞ പാടങ്ങളുടെ മനോഹരമായ കാഴ്ചകളാണ്. അതിന് നടുവിലൂടെ പോകുന്ന റോഡ്. തൃശ്ശൂരിലെ പ്രശസ്തമായ മതിക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് മതിക്കുന്ന് ടെമ്പിളിന്റെ എൻട്രൻസ്. ഇവിടെ മുൻവശത്തായിട്ട് തന്നെ ഒരു അതിഗംഭീരമായിട്ടുള്ള ക്ഷേത്ര ഗോപുരം കാണാം. ഇതിന്റെ അറ്റത്ത് കണ്ട ഒരു കുന്നിന്റെ ഭാഗങ്ങൾ, അവിടെയാണ് മതിക്കുന്ന് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു ക്ഷേത്ര ഗോപുരത്തിന്റെ നിർമ്മാണം ഈ അടുത്താണ് കഴിഞ്ഞത്. ഈ കഴിഞ്ഞ ജനുവരി 17-നായിരുന്നു ഇതിന്റെ ഈ ഗോപുര സമർപ്പണം ചടങ്ങുണ്ടായിരുന്നത്. ചരിത്രാതീത കാലം മുതൽ അനേകം ഋഷിവര്യന്മാർ തപസ്സനുഷ്ഠിച്ചിരുന്ന പുണ്യപ്രദേശമായിരുന്നു ഇവിടം എന്നാണ് പറയപ്പെടുന്നത്. ജ്ഞാനികൾ വസിക്കുന്ന ഇടമെന്ന അർത്ഥമുള്ള മതി എന്ന സ്ഥലത്താണ് ഈ ഒരു മതിക്കുന്ന് ക്ഷേത്രത്തിന്റെ ഉത്ഭവം. അന്ന് അവർ ആരാധിച്ചിരുന്ന ആ ഒരു ദേവി ചൈതന്യമാണ് ഇവിടെ മതിക്കുന്നിൽ അമ്മയായി ആരാധിക്കപ്പെടുന്നത്. എൻട്രൻസിന്റെ മുൻവശത്തായി ക്ഷേത്രത്തിലോട്ട് കയറുന്ന ഭാഗത്ത് ഒരു ഗണപതി വിഗ്രഹം സ്ഥാപിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ പ്രാർത്ഥിച്ചിട്ടാണ് പിന്നെ ആളുകൾ ക്ഷേത്രത്തിലോട്ട് പോകുന്നത്. ഈ കാണുന്ന എൻട്രൻസ് ഭാഗത്ത് നിന്ന് കുറച്ച് മുകളിലോട്ട് കയറി പോകണം ക്ഷേത്രത്തിലോട്ട് എത്താൻ. അവിടെ വാഹനം പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യം എല്ലാം ഉണ്ട്. അങ്ങനെ മതിക്കുന്ന് ക്ഷേത്രത്തിന്റെ മുൻവശത്താണിപ്പോൾ. ക്ഷേത്രത്തിന്റെ മുന്നിലായി വലിയൊരു ആൽമരം പടർന്ന് പന്തലിച്ച് നിൽക്കുന്നത് കാണാം. ഇതിന്റെ മുന്നിലായിട്ടാണ് ക്ഷേത്രക്കുളം വരുന്നത്. അപ്പോൾ അമ്പലത്തിനകത്തോട്ട് കയറാം. അത്യാവശ്യം വിശാലമായി പരന്നു കിടക്കുന്ന ഒരു ക്ഷേത്രമാണ്. ശരിക്കൊരു കുന്നിന്റെ ഒരു ഭാഗമായിട്ട് വരുന്ന ഒരു ക്ഷേത്രം കൂടിയാണത്. അങ്ങനെ ശ്രീകോവിലിന്റെ മുന്നിലാണ്. ഭദ്രകാളിയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. ശില്പഭംഗിയല്ല, ഒരു മനോഹരമായ ശ്രീകോവിലിനകത്ത് അതിമനോഹരമായ ഒരു വിഗ്രഹ പ്രതിഷ്ഠയാണ് ഉള്ളത്. നല്ലൊരു പോസിറ്റീവ് ഫീലാണ് കേട്ടോ ഇവിടെ. നമുക്ക് ഈ ഒരു ശ്രീകോവിലിന്റെ പരിസരത്ത് അങ്ങനെ നിൽക്കുമ്പോൾ അത് ശരിക്കും അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. വളരെ സവിശേഷമായ കാര്യസിദ്ധി പൂജ, മഹാഗുരുതി, പൊങ്കാല, ഇത് മൂന്നും നടക്കുന്ന ഒരു മഹാക്ഷേത്രമാണ് ഈ ഒരു മതിക്കുന്ന് ഭഗവതി ടെമ്പിൾ. ഈ ഒരു ക്ഷേത്രത്തിന്റെ ഇടതുവശത്തായിട്ട് സുബ്രഹ്മണ്യന്റെയും വീരഭദ്രന്റെയും ഉപദേവ പ്രതിഷ്ഠകളാണ്. വലതുഭാഗത്തായിട്ട് ശാസ്താവും വേട്ടക്കരനുമാണ് ഉപദേവതമാരായിട്ട് വരുന്നത്. ഈ കഴിഞ്ഞ ജനുവരി 20-നായിരുന്നു ഇവിടത്തെ മതിക്കുന്ന് വേല അഥവാ മതിക്കുന്ന് പൂരം നടന്നത്. മകരമാസത്തിലെ അത്തം നാളിലാണ് ഇവിടത്തെ പുനഃപ്രതിഷ്ഠയും അന്ന് തന്നെയാണ് എല്ലാ വർഷവും ഇവിടത്തെ പ്രസിദ്ധമായ വേലയും നടക്കുന്നത്. മതിക്കുന്ന് വേലയുടെ പിറ്റേന്നാൾ രാവിലെ കൂട്ടിയെഴുന്നള്ളിപ്പും തുടർന്ന് വേലകളിയും നടക്കും. പിന്നീട് 10:30 ക്ഷേത്രനട അടച്ചതിന് ശേഷം ഇവിടുത്തെ ഗുരുതി തറയിൽ വലിയ ഗുരുതി അഥവാ മഹാഗുരുതി നടക്കും. നമ്മൾ ഈ പ്രദക്ഷിണം ചെയ്യുന്ന വഴിയിൽ ഇടതുഭാഗത്തായിട്ട് ക്ഷേത്രമുറ്റത്തിന് പുറത്തായിട്ടാണ് ഇവിടുത്തെ ഒരു ഗുരുതി തറ വരുന്നത്. പിന്നീട് ഈ ഒരു പ്രദക്ഷിണ വഴിയിൽ കാണുന്നത് ഇവിടുത്തെ നവഗ്രഹ പ്രതിഷ്ഠയാണ്. ഇവിടെ ഓരോ നവഗ്രഹത്തിന്റെയും ധ്യാന ശ്ലോകങ്ങളൊക്കെ അതത് ഭാഗത്തായിട്ട് എഴുതി വച്ചിരിക്കുന്നത് കാണാം. പിന്നെ ഈ ഒരു ഭാഗത്ത് ഇടതുവശത്തായിട്ടാണ് ഇവിടുത്തെ ഊട്ടുപുര വരുന്നത്. ഇതിന്റെ അടുത്ത് തന്നെയാണ് ശ്രീഭദ്ര ഓഡിറ്റോറിയം വരുന്നത്. വലിയ ഗുരുതിക്ക് ശേഷം ക്ഷേത്രനട 7 ദിവസത്തോളം അടഞ്ഞു കിടക്കും. പിന്നീട് ക്ഷേത്രം തുറക്കുന്ന ആ ഒരു ദിവസമാണ് ഇവിടുത്തെ നട തുറപ്പ് മഹോത്സവവും പ്രസിദ്ധമായ മതിക്കുന്ന് പൊങ്കാലയും. മധ്യ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന പൊങ്കാലയാണ് മതിക്കുന്ന് പൊങ്കാല. അന്നിവിടെ ആയിരക്കണക്കിന് ആളുകളാണ് പൊങ്കാല അർപ്പിക്കാനായിട്ട് എത്തിച്ചേരുന്നത്. മതിക്കുന്ന് ക്ഷേത്രത്തിലെ അതിവിശിഷ്ടമായ ഒരു പൂജയാണ് കാര്യസിദ്ധി പൂജ. ഉദ്ദിഷ്ടകാര്യ സാധ്യത്തിനായി എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 10:30 മുതൽ 12:30 വരെയാണ് ഈ പൂജ നടത്തി വരുന്നത്. വ്രതനിഷ്ഠയോടുകൂടെയും ആചാരക്രമത്തോടുകൂടെയും 21 ആഴ്ചകളിലായി ലളിത സഹസ്രനാമ പ്രാധാന്യത്തോടുകൂടിയാണ് ഈ ഒരു കാര്യസിദ്ധി പൂജ നടത്തി വരുന്നത്. ശാസ്താവിന്റെയും വേട്ടക്കാരന്റെയും ഉപദേവ പ്രതിഷ്ഠകളാണ് ഈ ഒരു ഭാഗത്ത്. മണ്ഡലമാസം അവസാനം ശാസ്താവിന് നെയ്യഭിഷേകം ഇവിടെ നടക്കാറുണ്ട്. ഈ കാണുന്നത് മുത്തപ്പന്റെ ഉപദേവ പ്രതിഷ്ഠയാണ്. തുലാമാസത്തിലെ 2-ാം ശനിയാഴ്ച വേട്ടക്കരൻ കളം, വേട്ടക്കരൻ പാട്ട് എന്നിവ ഈ ക്ഷേത്രത്തിൽ നടന്നു വരുന്നു. ബ്രഹ്മരക്ഷസും സർപ്പക്കാവുമാണ് നേരെ കാണുന്നത്. ഇവിടെ നിന്ന് നേരെ താഴോട്ട് ഇറങ്ങാം, അതല്ലെങ്കിൽ ഈ ഒരു കാണുന്ന ഇടതുവശത്തുള്ള വഴിയിലൂടെയും ഈ ഒരു സർപ്പക്കാവിലോട്ട് എത്താം. സർപ്പക്കാവില് പുള്ളുവൻപാട്ട് നടന്നു വരാറുണ്ട്. വിശേഷ ദിവസങ്ങളിൽ എന്തായാലും പുള്ളുവൻപാട്ടിനായുള്ള ആളുകൾ ഇവിടെ കാണാം. തിരിച്ച് ഈ മുത്തപ്പൻകാവ് വഴി അമ്പലത്തിനകത്തോട്ട് കയറാം. ഈ മുത്തപ്പൻകാവിൽ പ്രദക്ഷിണം ചെയ്യുമ്പോൾ ഇവിടെയുള്ള ആ ഒരു മണി മുഴക്കിക്കൊണ്ടാണ് ഇവിടെ പ്രദക്ഷിണം ചെയ്യേണ്ടത്.
ഗജപൂജയും ആനയൂട്ടും ഈ ക്ഷേത്രത്തിൽ നടന്നു വരാറുണ്ട്. അതിനു പുറമെ ഇല്ലന്നിറ, തൃക്കാർത്തികയിലെ കാർത്തിക വിളക്ക്, എഴുത്തിനിരുത്തൽ, സംഗീതോത്സവം എന്നീ വിശേഷങ്ങളും ഇവിടെ നടത്താറുണ്ട്. ക്ഷേത്രത്തിന് മുന്നിലെ വർഷങ്ങൾ പഴക്കമുള്ള ഈ ആൽമരത്തിനെ നല്ല രീതിയിൽ സംരക്ഷിച്ച് നിർത്തിയിരിക്കുന്നതായി കാണാം. ആൽമരത്തിന് വളരാൻ പാകത്തിനാണ് ഇവിടുത്തെ മേൽക്കൂര നിർമ്മിച്ചിരിക്കുന്നത്. പുറത്തുനിന്ന് നോക്കുമ്പോൾ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ആൽമരം കാണാം. ഇവിടെ എത്തുന്ന വിശ്വാസികൾ ഈ ആൽമരത്തിന് ചുറ്റും പ്രദക്ഷിണം ചെയ്യാറുണ്ട്. മതിക്കുന്ന് ക്ഷേത്രത്തിലെ മറ്റു പ്രധാന വിശേഷങ്ങൾ കർക്കടക മാസത്തിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, രാമായണ മാസാചരണം, നവരാത്രി, വൃശ്ചികം അവസാന നാളിലെ കളമെഴുത്തുപാട്ട്, ആയില്യപൂജ, സർപ്പബലി എന്നിവയാണ്. തൃക്കൂർ, കല്ലൂർ, പൊന്നൂക്കര ദേശങ്ങൾ ഉൾപ്പെടുന്ന 20 സമാജങ്ങളിൽപ്പെട്ട 850 പരം കുടുംബങ്ങളുടേതാണ് ഈ ക്ഷേത്രം. പാലിയം ഗ്രൂപ്പ് നൽകിയ ക്ഷേത്രഭൂമിയിൽ ക്ഷേത്രം പണി കഴിപ്പിച്ച് ഇവിടുത്തെ ഭരണം നടത്തുന്നത് തെരഞ്ഞെടുക്കപ്പെട്ട മതിക്കുന്ന് ക്ഷേത്രഭരണ സമിതിയാണ്. ക്ഷേത്രത്തിന് പുറത്ത് ഇടതുവശത്തായി 2 പ്രധാന ഹോളുകളും ക്ഷേത്രസമിതി കല്യാണ മണ്ഡപവും കാണാം. ഈ ഒരു ഭാഗത്തായിട്ട് തന്നെയാണ് ക്ഷേത്രസമിതി ട്രസ്റ്റ് ഓഫീസും വരുന്നത്. ഇതിനടുത്തായി ഈ കാണുന്നതാണ് ഇവിടുത്തെ ശ്രീഭദ്ര ഓഡിറ്റോറിയം. ഈ ഭാഗത്തായിട്ട് മതിക്കുന്നിലമ്മ പൂജ സ്റ്റാളും അതേപോലെ കാര്യസിദ്ധി പൂജ ബുക്കിംഗ് ചെയ്യുന്നതിനായുള്ള ബുക്കിംഗ് സെന്ററും കാണാം. ഈ ഒരു പൂജയെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഇവിടുത്തെ ഈ നമ്പറിൽ കണക്ട് ചെയ്യാവുന്നതാണ്. മതിക്കുന്ന് ക്ഷേത്ര സമിതിയും വിശ്വാസ കൂട്ടായ്മയും ചേർന്ന് ഇവിടെ മതിക്കുന്ന് ഗുരുകുലം പാഠശാലയും മതിക്കുന്ന് ആദിപരാശക്തി യോഗ ഗ്രൂപ്പും നടത്തി വരുന്നുണ്ട്. മതിക്കുന്ന് അമ്പലത്തിന്റെ മുൻവശത്തായി അതിവിശാലമായ വലിയ ക്ഷേത്രക്കുളമുണ്ട്. ഈ കാണുന്ന എൻട്രൻസിലൂടെ ക്ഷേത്രക്കുളത്തിലോട്ട് ഇറങ്ങാവുന്നതാണ്. ഇരുഭാഗത്തായുള്ള ഈ 2 പടവുകളിലൂടെയും ക്ഷേത്രക്കുളത്തിലോട്ട് ഇറങ്ങാം. ഇവിടെ ഇപ്പോൾ അടച്ച നിലയിലാണ്. ഈ ഒരു അറ്റത്ത് കാണുന്ന കടവ് കണ്ടോ, ആ വഴിയും നമുക്ക് ക്ഷേത്രക്കുളത്തിലോട്ട് ഇറങ്ങാം. അപ്പോൾ ആ ഒരു ഭാഗത്തോട്ടൊന്ന് പോയി നോക്കാം. ഈ ഒരു കുളം എന്തൊരു വലുപ്പാ നോക്കിയേ. എനിക്ക് തോന്നുന്നു ഈ ക്ഷേത്രത്തിനേക്കാളും 2 ഇരട്ടി വലിപ്പമുണ്ട് ഈ കാണുന്ന ക്ഷേത്രക്കുളം. അമ്പലക്കുളത്തിന്റെ അരികിൽ അങ്ങിങ്ങായിട്ട് ആമ്പൽ വളർന്നു നിൽക്കുന്നതായിട്ട് കാണാം. ഈ ക്ഷേത്രക്കുളത്തിന്റെ നവീകരണം 2016 കഴിഞ്ഞത്. ഇവിടെ ക്ഷേത്ര ട്രസ്റ്റിമാരുടെ പേര് വിവരങ്ങൾ കാണാം. ഈ ക്ഷേത്രക്കുളവും പടവുകളും ക്ഷേത്രത്തിലോട്ട് വരുന്ന വഴികളും ഇടതോർന്ന് വളർന്നു നിൽക്കുന്ന മരങ്ങളും എല്ലാം ചേർന്ന് ഗ്രാമഭംഗിയുടെ അതിമനോഹരമായിട്ടുള്ള ഒരു പനോരമിക് വ്യൂ ആണ് ഇവിടുന്ന് കാണാൻ സാധിക്കുക. മതിക്കുന്ന് ക്ഷേത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഞാനിവിടെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അഭിപ്രായങ്ങൾ കമൻറ്റുകളിലൂടെ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.